അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യയുടെ AI-171 ബോയിംഗ് 787A ഡ്രീംലൈനർ വിമാനം അഹമ്മദാബാദ് വിമാനത്താവളത്തിന് സമീപം മേഘാനി നഗറിലെ ജനവാസ മേഖലയിൽ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:45 തകർന്നു വീഴുമ്പോൾ വിമാന അപകടത്തിൽ മരിച്ചവരിൽ ഒരാൾ മലയാളിയാണെന്ന വാർത്ത ഞെട്ടലോടെയാണ് നമ്മൾ കേട്ടത്. പത്തനംതിട്ട തിരുവല്ല പുല്ലാട് സ്വദേശിനിയും ലണ്ടനിൽ നേഴ്സുമായ രഞ്ജിത ഗോപകുമാരൻ നായരാണ് വിമാനാപകടത്തിൽ മരിച്ചത്. രഞ്ജിത മരിക്കുമ്പോൾ 10ലും 7ലും പഠിക്കുന്ന 2 കുഞ്ഞുങ്ങളാണ് പത്തനംതിട്ടയിൽ അനാഥമാകുന്നത്. സ്കൂളിൽ നിന്നും മുത്തശ്ശിയുടെ അടുക്കലേക്ക് ഓടിയെത്തുന്ന ആ കുഞ്ഞുമക്കൾ വീടിന് ചുറ്റും കൂട്ടിരുന്ന ആളുകളെ കണ്ട് അമ്പരന്നെങ്കിലും രാവിലെ കൂടി സംസാരിച്ച അമ്മയുടെ മരണവാർത്തറിഞ്ഞ് തടിച്ചുകൂടിയ ജനങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നില്ല. പണിതീരാത്ത വീടിന്റെ പണി പൂർത്തിയാക്കണം, കുഞ്ഞുങ്ങളെയും അമ്മയെയും സാമ്പത്തികമായി സുരക്ഷിതരാക്കണം എന്നിങ്ങനെ നിരവധി സ്വപ്നങ്ങളുമായാണ് 1 വർഷം മുൻപ് രഞ്ജിത ലണ്ടനിലേക്ക് ജോലിക്കായി യാത്ര തിരിച്ചത്. സ്വന്തം അധ്വാനം കൊണ്ട് ഒരു വീട് സ്വന്തം വീടിന് തന്നെ സമീപം പണിതുയർത്തി പാതിയാക്കി. തീർക്കാൻ ഇനി കുറച്ച് പണികൾ കൂടി ബാക്കിയുണ്ട്. അതിനായി ലണ്ടനിലേക്ക് മടങ്ങുന്നു. ഒരു കുടുംബത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്തം ഏറ്റെടുത്താണ് രഞ്ജിത യാത്ര തിരിച്ചത്. പന്തളം മെഡിക്കൽ മിഷൻ കോളേജിൽ നിന്ന് നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയ രഞ്ജിത ആദ്യം ഗുജറാത്തിലും പിന്നീട് നാട്ടിലും ഒമാനിൽ ഗവൺമെന്റ് നഴ്സായും ജോലി ചെയ്തു. PSC എഴുതി ഒരു ജോലി മേടിക്കുക എന്നത് രഞ്ജിതയുടെ ജീവിതാഭിലാഷമായിരുന്നു. അങ്ങനെ പഠിച്ചു, PSC എഴുതി ജോലി ലഭിച്ചു. കോഴഞ്ചേരി താലൂക്ക് ആശുപത്രിയിൽ നഴ്സായി ജോലി ചെയ്യവെയാണ് ലണ്ടനിൽ ജോലിക്കായി രഞ്ജിത പോകുന്നത്. ജീവിതം ഒന്ന് കരകയറ്റിയതിനു ശേഷം നാട്ടിലേക്ക് മടങ്ങി കുടുംബത്തിനൊപ്പം താമസിക്കണമെന്നായിരുന്നു രഞ്ജിതയുടെ ആഗ്രഹം. രഞ്ജിത്ത്, രതീഷ് എന്നിങ്ങനെ 2 സഹോദരന്മാരുണ്ട് രഞ്ജിതയ്ക്ക്. 2 സഹോദരന്മാരുടെ ഇളയ പെങ്ങളാണ് രഞ്ജിത. നാട്ടിൽ വന്ന് ലണ്ടനിലേക്ക് മടങ്ങുകയായിരുന്നു രഞ്ജിത. ഈ മടക്കയാത്രയിലാണ് അപകടം സംഭവിക്കുന്നത്. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് പത്തനംതിട്ടയിലെ വീട്ടിൽ നിന്നും അഹമ്മദാബാദിലേക്ക് രഞ്ജിത പോകുന്നത്. ലണ്ടനിലെ ജോലി ഉപേക്ഷിച്ച് സർക്കാർ ജോലിയിൽ തിരികെ പ്രവേശിക്കണം, തൻ്റെ കുട്ടികൾക്കൊപ്പം താമസിക്കണം, അമ്മയ്ക്ക് സുരക്ഷിതമായൊരു വീട് വേണം. ഇത്തരം ആഗ്രഹങ്ങളായിരുന്നു രഞ്ജിതയ്ക്ക് ഉണ്ടായിരുന്നത്. ഇതിനായി സർക്കാർ ജോലിയിൽ തിരികെ പ്രവേശിക്കാൻ ആഗ്രഹിച്ച രഞ്ജിതയ്ക്ക് ഇതിനായി ഒരു ഒപ്പിടാനായി മാത്രമാണ് നാട്ടിലേക്ക് വരേണ്ടി വന്നത്. നാട്ടിലെത്തി കുടുംബത്തിനൊപ്പം നിൽക്കാനാണ് രഞ്ജിത ഇത്രയും കുറഞ്ഞ ദിവസത്തിൽ ഒരു സാങ്കേതിക കാര്യത്തിനായി മാത്രം നാട്ടിലെത്തുന്നത്. കേവലം 4 ദിവസങ്ങൾ മാത്രമാണ് രഞ്ജിത ഇവിടെ ഉണ്ടായിരുന്നത്. ഈ സാങ്കേതിക കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കി വീട് പണിയുടെ കാര്യങ്ങളുമൊക്കെ തീർത്ത് സർക്കാർ ജോലിയിൽ നിന്നും അവധിയെടുത്ത ശേഷം ലണ്ടനിലേക്ക് മടങ്ങുമ്പോഴാണ് അപകടം സംഭവിക്കുന്നത്. ആദ്യം ഇവർ വിമാനത്തിലുണ്ടായിരുന്നുവെന്നാണ് വിമാന അധികൃതർ തിരുവല്ലയിലെ ബന്ധുക്കളെ വിളിച്ചറിയിച്ചത്. തുടർന്ന് പത്തനംതിട്ട ജില്ലാ കലക്ടറും മരണവിവരം സ്ഥിരീകരിച്ചു. ലണ്ടനിലെ ജോലി സ്ഥലത്തേക്കുള്ള യാത്രയ്ക്കായി ഇന്നലെയാണ് രഞ്ജിത വീട്ടിൽ നിന്നും പോയത്. ഇന്നലെ തിരുവല്ലയിൽ നിന്നും രഞ്ജിത ചെന്നൈക്ക് ട്രെയിനിൽ പോയി. അവിടെ നിന്നും അഹമ്മദാബാദിൽ വിമാനത്തിലെത്തി. അവിടെ നിന്നും അപകടത്തിൽപ്പെട്ട വിമാനത്തിൽ ലണ്ടനിലേക്ക് പോകാനാണ് നിശ്ചയിച്ചിരുന്നത്. ജോലിയിൽ പ്രവേശിച്ച ശേഷം അവധിക്ക് അപേക്ഷ നൽകി ലണ്ടനിലെ ജോലി രാജിവെക്കാനായി പോയതായിരുന്നുവെന്നും തിരുവല്ലയിലെ പൊതുപ്രവർത്തകനായ അനീഷ് പറയുന്നുണ്ട്. അപകടത്തിൽപ്പെട്ടു എന്ന വിവരമാണ് ആദ്യം ലഭിച്ചത്. അമ്മയും 10ലും 7ലും പഠിക്കുന്ന 2 കുട്ടികളുമാണുള്ളത്. UK കാലാവസ്ഥയടക്കം രഞ്ജിതയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിലും വീടിന്റെ സാമ്പത്തിക സുരക്ഷയോർത്താണ് രഞ്ജിത UK തുടർന്നത്. രോഗബാധിതയായ അമ്മയുടെ ചികിത്സ ഉൾപ്പെടെ കുടുംബത്തിന്റെ സംരക്ഷണ ചുമതലയും രഞ്ജിതയാണ് വഹിച്ചിരുന്നതെന്നും നാട്ടുകാരും ബന്ധുക്കളും സാക്ഷ്യപ്പെടുത്തുന്നു. ജോലിയിൽ പ്രവേശിക്കുന്നതിനെക്കുറിച്ചുള്ള സന്തോഷത്തോടെ നിറഞ്ഞ ചിരിയുമായാണ് രഞ്ജിത യാത്ര പറഞ്ഞത്. പക്ഷേ ഇനി തിരികെ എത്താത്ത യാത്ര പറച്ചിലായിരുന്നു തങ്ങളുടെ അമ്മയുടേതെന്ന് ആ മക്കൾ തിരിച്ചറിയുന്നത് ഇപ്പോഴാണ്. രഞ്ജിത മടങ്ങുന്നത് ഒരു ജീവിതകാലം മുഴുവൻ പേറിയ സ്വപ്നങ്ങൾ ബാക്കിയാക്കിയ. എന്തായാലും മലയാളികൾക്ക് തീരാത്ത വേദനയായി രഞ്ജിത മാറുകയാണ്.